2016 റഫാൽ വിമാനങ്ങൾ 36 റഫാൽ വിമാനങ്ങൾ ഇന്ത്യക്ക് ഫ്രാൻസ് നൽകാമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കരാർ അന്തിമഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യ റഫാലിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഗ്യാൻ എന്ന ചിപ്പിൻ്റെ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൂടി കൈമാറ്റം ചെയ്യാമോ? അതീവ സെൻസിറ്റീവ് വിഷയമാണെന്ന് പറഞ്ഞ് അന്ന് അവരത് നിരാകരിച്ചു. അന്ന് തുടങ്ങിയതാണ് 2014 തുടങ്ങിയതാണ് ഇന്ത്യയുടെ വാശി. നമ്മുടെ DRDOയും ഇന്ത്യയുടെ ചിപ്പ് ഡിസൈനിങ് ഫാക്ടറിയും ഒക്കെ അത് ഏറ്റെടുത്തു. അങ്ങനെ ഗാലിയം നൈട്രൈഡ് എന്ന സിലിക്കോൺ ചിപ്പിനേക്കാൾ അതീവ ശക്തിയും സുരക്ഷയും ഗുണമേന്മയും ഒക്കെയുള്ളൊരു ചിപ്പാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കാൻ പോകുന്ന റഫാൽ വിമാനങ്ങളിൽ ഇന്ത്യ ഉപയോഗിക്കാൻ പോകുന്ന ഭൂരിഭാഗം ചിപ്പുകളും ഈ ഗ്യാൻ ചിപ്പുകൾ തന്നെയാകും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ISRO വിക്ഷേപിച്ച റോക്കറ്റുകളിൽ 7000 ചിപ്പ് ഉണ്ടെങ്കിൽ അതിൽ 5600 6000 ചിപ്പ് വരെ ഇന്ത്യ നിർമ്മിച്ച ഇതേ ഗ്യാൻ ചിപ്പുകളാണ്. അതീവ ഗുണമേന്മ. അമേരിക്ക, റഷ്യ അടക്കം ഇറാൻ വരെയുള്ള 6 രാജ്യങ്ങളോട് കിടപിടിക്കുന്നു. ഈ 6 രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഗ്യാൻ ചിപ്പിൻ്റെ ടെക്നോളജി സാങ്കേതികവിദ്യ കൈമാറ്റം ചെയ്യാൻ പറ്റാത്തൊരു കഴിവ്. അവർക്കുണ്ട് ഈ ചിപ്പിൻ്റെ ടെക്നോളജി നിർമ്മാണവും. അങ്ങനെ ഇന്ത്യ ക്ലബിലും അംഗമായിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ ചിപ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങളെന്ന് അതിൽ പറഞ്ഞു. ഞാനൊരു കോൺഗ്രസ് വിരുദ്ധനല്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ. എന്നാലും നമ്മളെ ഇന്ത്യൻ ഡിഫൻസ് രംഗത്തെ പറ്റി നമ്മൾ പറയുമ്പോഴത്തേക്ക് കോൺഗ്രസ് യുഗം അവസാനിക്കുന്നതിന് മുമ്പും, അതായത് കോൺഗ്രസ് യുഗത്തിന് ശേഷവും എന്ന് പറഞ്ഞ് നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കണം. അങ്ങനെ പറയുമ്പോഴത്തേക്കും അതിന് മുമ്പേ കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. നമ്മുടെ ആണവ പരീക്ഷണങ്ങളിൽ നിരാശരായിട്ട് ഇന്ത്യക്കെതിരെ 2 പ്രാവശ്യം അമേരിക്കയും മറ്റ് ലോകരാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയായിരുന്നു. നമ്മുടെ ഓപ്പറേഷൻ ബുദ്ധ 1ഉം 2ഉം. ഓപ്പറേഷൻ ബുദ്ധ 1 നടക്കുന്നത് കോൺഗ്രസ് കാലത്തിലാണ്, 2 നടക്കുന്നത് BJP കാലത്ത്. 174. 214. അപ്പോൾ ഈ 99. അപ്പോൾ ഈ സമയങ്ങളിൽ ഇന്ത്യൻ പ്രതിരോധ രംഗവും സ്പേസ് റിസർച്ച് ഏജൻസികളൊക്കെ അഭിമുഖീകരിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപരോധമാണ്. ഇത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ എന്താ പറയുന്നത് ഒരു ഊരുവിലക്ക് പോലെയാണ്. അതായത് നമ്മളൊരു വീട്ടിൽ ഊരുവിലക്കുണ്ടെങ്കിൽ ആ വീട്ടിൽ പോകുന്ന ആൾക്കും ഊരുവിലക്കാണ്, അയാൾ വീട്ടിൽ പോകുന്ന ആൾക്ക് ഊരുവിലക്കാണ്. അങ്ങനെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർക്കും സാങ്കേതിക വിദഗ്ധന്മാർക്കും സംഘടനകൾക്കും ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന ലോകത്തെ സംഘടനകൾക്കും അവരുമായിട്ട് സഹകരിക്കുന്ന സംഘടനകൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയ ഒരു സമയത്ത് ഇന്ത്യക്ക് അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗേസ് ആയിട്ട് വരികയാണ് ചെയ്തത്. ഇത്തരം ഉപരോധങ്ങളെ നമുക്ക് പിന്നെ മറികടന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരു ദിശാബോധം നൽകിയ ഒരു വ്യക്തിയാണ്, എനിക്ക് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കാൻ കൂടെ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് ഇൻഡയർ 95 എന്ന് പറഞ്ഞുകൊണ്ട് 95 തന്നെ ഇൻഡയർ 95 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷോ ഉണ്ടാക്കിയത്. ഇന്ത്യക്ക് ആവശ്യമുള്ള എയർഫോഴ്സിന് ആവശ്യമുള്ള പാർട്സുകൾ ലോക്കലായിട്ട് ആൾക്കാരെ കൊണ്ട് പരസ്യമായിട്ട് ഉണ്ടാക്കിക്കാനുള്ള ഒരു മൂവ്മെൻ്റാണ് അദ്ദേഹം ചെയ്തത്. വളരെ നമുക്ക് ഒരുപാട് മുൻകൂട്ടി കണ്ട ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. കാര്യം റഷ്യ തകർന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യൻ വിമാനങ്ങൾക്ക് കിട്ടിക്കൊണ്ട് ഇന്ത്യൻ വിമാനങ്ങളുടെ ഒരു ടെക്നോളജിയും റഷ്യ ഇതുവരെയും തന്നിട്ടില്ല. നമ്മൾ പലപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്ക് ഇന്ത്യ നമ്മുടെ ഒരു സൗഹൃദ രാജ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ റഷ്യ സൗഹൃദത്തെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും റഷ്യ ഇന്ത്യയോട് കാണിച്ചിട്ടുള്ളത് റഷ്യ ഒരു ടെക്നോളജിയും ഇന്ത്യക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സ്പേസിലായാലും എയറോസ്പേസിലായാലും എല്ലാം നമ്മൾ ഇന്ത്യക്കാർ സ്വന്തം മൺവെട്ടി കൊണ്ട് വഴിവെട്ടി മുന്നോട്ട് പോകേണ്ട ഒരവസരം നമുക്കുണ്ടായി. ആ അവസരമെല്ലാം ഇന്ത്യൻ ജനതയും ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വവും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അത് ക്രയോജനിക് എഞ്ചിൻ്റെ പേരിലായാലും ഇന്ത്യക്ക് നമുക്ക് അറിയാം, എല്ലാവർക്കും ഓപ്പണായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്പേസ് എന്നും പറഞ്ഞുകൊണ്ട് നടത്തുന്ന റിസർച്ചിലെ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിഫൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാര്യം സ്പേസ് ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്ക് റോക്കറ്റും മിസൈലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശമൊക്കെ ചെറിയ കാര്യങ്ങളാണ്. റോക്കറ്റ് മുകളിലോട്ട് പോകുന്നു, മിസൈൽ സൈഡിലോട്ട് പോകുന്നു, ഇത്രയേ ഉള്ളൂ.
ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ തിയറിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്പേസ് രംഗത്ത് നമ്മൾ ഇന്ത്യ നേടിയ നേട്ടങ്ങളെല്ലാം നമുക്ക് ഡിഫൻസ് രംഗത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നു. നമ്മൾ ഉപയോഗിച്ചു, നമ്മൾ നിർബന്ധിതരായി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പക്ഷേ ഈ മോദി സർക്കാർ വന്നതിന് ശേഷം മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുകയും ആത്മനിർഭർ ഭാരത് എന്നുള്ള ഒരു സിസ്റ്റം ഇന്ത്യയിലോട്ട് കൊണ്ടുവരികയും അങ്ങനെ ഒരു കൾച്ചർ നമ്മൾ കൊണ്ടുവന്നു. എന്തുണ്ടെങ്കിലും നമുക്ക് അദ്ദേഹം ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് പടക്കങ്ങൾ നിരോധിച്ചു. വലിയ ടെക്നോളജി എന്നുള്ള കാര്യങ്ങളല്ല, നമ്മളെന്നാണ് യഥാർത്ഥത്തിൽ ഈ ടെക്നോളജി ചൈനയിലോട്ട് പോയത്. അവർ അത് വലിയ രീതിയിൽ വ്യാപനം നടത്തിയിട്ട് അവരതിൽ നിന്ന് 800 കോടി രൂപയാണ് അവരുടെ ഒരു വർഷം ഉണ്ടായിരുന്ന വരുമാനം. നമ്മൾ ചൈനീസ് ആപ്പുകൾ നിരോധിച്ചു, ചൈനീസ് കളിപ്പാട്ടങ്ങൾ നിരോധിച്ചു. ഇതൊക്കെ ആയിരക്കണക്കിന് കോടി രൂപയാണ് നമ്മുടെ ഇന്ത്യൻ കറൻസി നമുക്ക് വെളിയിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം നിരോധിക്കുന്ന ഒരവസ്ഥയിലോട്ടെത്തി. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ആ ഒരു ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് അതിനകത്തൊരു വിഷൻ നമുക്ക് തന്നത് ശ്രീ നരസിംഹറാവുവാണ്. 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം അദ്ദേഹം കൊണ്ടുവന്നു. അതായത് നിങ്ങൾ 100% എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാക്സും കൊടുക്കണ്ട എന്നുള്ളത്. എന്നിട്ട് ഈ ടാക്സ് ക്രെഡിറ്റ് ആക്കി. അതായത് നിങ്ങൾ 50 കോടി രൂപയുടെ സാധനം എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് 50 കോടി രൂപയുടെ സാധനം ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് ആ ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസവും അതിലൂടെ ഇന്ത്യക്ക് നഷ്ടമായിക്കൊണ്ടിരുന്ന കാലങ്ങളായിട്ട് നഷ്ടമായിക്കൊണ്ടിരുന്ന ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ വാല്യൂ ഒക്കെ നോക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് സർപ്ലസ് ഉള്ള ഒരു രാജ്യമായിരുന്നു. ഒരു സമയത്ത് നമ്മളിൽ ഫോറിൻ എക്സ്ചേഞ്ച് എന്നൊരു സാധനം ഇന്ത്യയിൽ ഇല്ലാതിരുന്നൊരു സമയം ചന്ദ്രശേഖരൻ്റെ കാലത്തുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ സ്വർണം കൊണ്ടുവന്ന് വിൽക്കേണ്ടി വന്നതും രൂപയ്ക്ക് ഡിവാലുവേഷൻ വന്നതൊക്കെ ആ ഒരു സമയം. അതൊക്കെ നമ്മൾ അതിജീവിച്ചിട്ടാണ് നമ്മൾ എക്സ്പോർട്ടിലോട്ട് വന്നത്. ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ടിൽ നിന്ന് മാറ്റി നമ്മൾ ആത്മനിർഭർ, നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ഉണ്ടാക്കും എന്നുള്ള ഒരു രീതിയാണ്. അതിനകത്ത് ഒരു ജനിതകമായ ഒരു കാര്യമുണ്ട്. ഈ ഇന്ത്യക്ക് സ്വന്തമായിട്ട് സ്വദേശി എന്നൊരു വാക്ക് ഇന്ത്യയെ പഠിപ്പിച്ച, ഇന്ത്യയെ അതിലൂടെ വിപ്ലവത്തിലോട്ട് കൊണ്ടുവന്ന ആളിൻ്റെ, ആ മഹാത്മജിയുടെ നാട്ടിൽ നിന്ന് തന്നെ വന്ന നരേന്ദ്രമോദിജി തന്നെ ആത്മനിർഭർ ഭാരത് എന്ന ഒരു, അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയും നമ്മൾ ഫോറിൻ ഡിപ്പെൻഡൻസ് മാറ്റുകയും ചെയ്തു. മാത്രമല്ല ഇന്ന് ലോകത്ത് ആദ്യത്തെ 4 or 5 രാഷ്ട്രങ്ങളിൽ തലപൊക്കി നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് GaN എന്ന് പറയുന്ന, ഗാലിയം നൈട്രൈഡ് എന്ന് പറയുന്ന ഒരു ചിപ്പ്. ഈ ചിപ്പിൻ്റെ സവിശേഷതകളെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പവർ ട്രാൻസിഷൻ ലോസ് ധാരാളമായിട്ട് കുറയ്ക്കുന്ന ഒരു സാധനമാണ്. RF റേഡിയോ ഫ്രീക്വൻസി, മൈക്രോവേവ് എന്നീ ഘടകങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതിൻ്റെ സ്വിച്ചിങ് ഭയങ്കരമായിട്ട് ഫാസ്റ്റാണ്. കാര്യം റഫാൽ പോലുള്ള വലിയ വളരെ സ്പീഡിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സുകളിലെല്ലാം സ്വിച്ചിങ്ങിൻ്റെ സ്പീഡും അത്രയ്ക്ക് തന്നെ സ്പീഡ് ഉണ്ടാവണം. പക്ഷേ നമ്മൾ സാധാരണ സെമി കണ്ടക്ടർ ഉപയോഗിക്കുന്നതിൻ്റെ 10 ഇരട്ടിയോളം സ്പീഡ് നമുക്ക് അതിൻ്റെ സ്വിച്ചിങ്ങിനുണ്ടാകും. നാനോ സെക്കൻഡുകളാണ് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് ഹൈ തെർമൽ കാപ്പബിലിറ്റി ഉള്ളതാണ്. അതായത് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതൽ ഉള്ള ഒരു മൂലകമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ലോകത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, ചൈന, റഷ്യ, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളും പിന്നെ ഫ്രാൻസും മാത്രമേ ഇത്തരം കണ്ടുപിടുത്തങ്ങളിൽ മുന്നിലുള്ളൂ. സൗത്ത് കൊറിയയ്ക്കൊക്കെ ഉണ്ട്, അതെല്ലാം അവർ അമേരിക്കയിൽ നിന്നും തൈവാനിലൊക്കെ അതുണ്ട്. പക്ഷേ ഇതൊക്കെ അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള യൂസേജാണ്. എന്തായാലും ചിപ്പ് മാനുഫാക്ചറിങ്ങിൽ ഇന്ത്യ, നരേന്ദ്രമോദി ആദ്യമേ കാണിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ലോകത്ത് ചിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഹൈദരാബാദിലും സിലിക്കൺ വാലി പോലെ തന്നെ ഹൈദരാബാദിലും നോയിഡയിലുമൊക്കെ ഒരുപാട് ഫെസിലിറ്റീസ് ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ GaN എന്ന് പറയുന്ന ആ ഒരു ആ ഒരു പദാർത്ഥം, അത് ആ ഒരു ചിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത് നമുക്ക് ലോകരാഷ്ട്രങ്ങളിൽ നമ്മൾ ആത്മനിർഭർ ഭാരതിൽ വരുമ്പോഴത്തേക്ക് പല ഘടകങ്ങൾ, ഇപ്പോൾ റഫാലിൻ്റെ ആണെങ്കിൽ തന്നെയും ജിയുടെ ആണെങ്കിൽ തന്നെയും സഫ്രാൻ്റെ ആണെങ്കിൽ തന്നെയും ഉള്ള എഞ്ചിനുകളും മറ്റ് സാധനങ്ങളും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ പോവുകയാണ്. ബോയിങ് പോലും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇവരൊക്കെ അമേരിക്ക, റഷ്യയൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ ടെക്നോളജി ഇന്ത്യക്ക് തരാതെ ഇന്ത്യ ഡാർക്കിൽ ഇട്ട് കളിക്കുന്ന ഒരു കളിയാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അത് ഓരോന്നായിട്ട് നമ്മൾ കൈവശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് നമ്മൾ കടന്നു വന്ന് DRDO അനൗൺസ് ചെയ്തിരിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷവും അഭിമാനവും നമ്മുടെ ശാസ്ത്രജ്ഞന്മാരോട് കടപ്പാടും നമ്മൾ കാണിക്കേണ്ട സമയമാണ്. നന്ദി, നമസ്കാരം.